സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാമ്പ് പരിപാടി ആരംഭിക്കുകയാണ്. കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് 1917 കാലഘട്ടത്തിലാണ്. അതിനുശേഷം 1925 ആലുവ അദ്വൈതാശ്രമ പാഠശാലയിൽ വെച്ച് പ്രമുഖരായ യുക്തിവാദികൾ ഒരുമിക്കുകയുണ്ടായി. 1915-16 സഹോദരൻ അയ്യപ്പൻ ആണ് തുടക്കം കുറിച്ചതെങ്കിൽ യുക്തിവാദി എന്ന നാമധേയത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1925 താത്വികനായ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, MC ജോസഫ്, കുസുമം ആൻ്റണി, രാമവർമ്മ തമ്പാൻ തുടങ്ങിയ ആചാര സ്ഥാനത്ത് നിന്ന് കാണാവുന്ന പ്രമുഖരായ യുക്തിവാദികളായിരുന്നു അന്നത് ഉള്ള ഒരു രൂപം കൊടുക്കുന്നതിന് സാക്ഷിയായത്. 1925 രൂപം കൊടുത്ത ആ സംഘടനയുടെ പേര് കേരള യുക്തിവാദി സഭ എന്നായിരുന്നു. എന്നാൽ ഇത് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ തന്നെ അധ്യായങ്ങളിൽ ഇങ്ങനൊരു സംഘടനയെക്കുറിച്ച് പറയുന്നതായി കാണുന്നില്ല. എന്നാൽ മറ്റ് ചില ഗ്രന്ഥങ്ങളിൽ ഇത് സൂചിപ്പിച്ചതായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ സംഘടന ഒരു ബൗദ്ധിക ബുദ്ധിജീവികളുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ ഇതര ജില്ലകളിൽ, തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ബോധവൽക്കരണ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഈ സമാരതന്മാർ സഞ്ചരിച്ചിട്ടുണ്ട്. അതിനുശേഷം 1927 കേരള യുക്തിവാദി സഭയ്ക്ക് ഒരു പ്രസിദ്ധീകരണം വേണം എന്ന ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഒരു യുക്തിവാദി എന്ന മാസിക തന്നെ ആരംഭിക്കാൻ ആലോചിക്കുകയുണ്ടായി. അങ്ങനെ തൃശ്ശൂരുള്ള മിതവാദി കൃഷ്ണൻ വക്കീലിൻ്റെ വീട്ടിൽ ഏതാനും പേർ ഒത്തുകൂടുകയും യുക്തിവാദി എന്ന മാസിക ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ യുക്തിവാദി സമ്മേളനം അതായിരുന്നു. 4-5 പേര് മാത്രമാണ് സമ്മേളിച്ചത്. അന്ന് അങ്ങനെ ഒരു മാസിക തുടങ്ങാൻ തീരുമാനിച്ചുവെങ്കിലും 1929 അത് അച്ചടിച്ച് പുറത്തിറങ്ങാൻ സാഹചര്യം ഉണ്ടായത്. ആ മാസിക അക്കാലത്ത് ഏറ്റവും വലിയൊരു തീപ്പൊരിയായിരുന്നു. കേരളത്തിലെ നവോത്ഥാന ശില്പികളിൽ പലരും തന്നെ മതനിരപേക്ഷമായ ചിന്തയും മാനവികമായ ചിന്തകളുമൊക്കെ ആധികാരികമായി പഠിക്കുന്നത് ഈ യുക്തിവാദി മാസികയിൽ നിന്നായിരുന്നു. EMS നമ്പൂതിരിപ്പാട് പോലും ആത്മകഥയിൽ അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആ മാസിക കൃത്യമായി ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ 1935 യുക്തിവാദി സംഘടന ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ എന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം അന്നത്തെ ഒരു BA LT-കാരനും ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററും ഒക്കെ ആയിരുന്നു. ആ സ്കൂളിലാണ് സഹോദരൻ അയ്യപ്പൻ പഠിച്ചത്. ഒരുപക്ഷെ ഈ തമ്പാൻ്റെ ഒരു വലിയ പ്രചോദനത്തിൽ നിന്നായിരിക്കണം സഹോദരൻ അയ്യപ്പൻ ജന്മം കൊണ്ടത്. അതിനുശേഷം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് ഈ യുക്തിവാദി മാസികയുടെ പ്രധാന ചുമതലക്കാരനായിരുന്ന MC ജോസഫായിരുന്നു. ഒപ്പം പനമ്പിള്ളി ഗോവിന്ദമേനോൻ, അദ്ദേഹം നമ്മുടെ ഒരു പഴയ തിരുവിതാംകൂർ കൊച്ചി ആ ഒരു കാലഘട്ടത്തിലെ ഒരു മന്ത്രി മുഖ്യൻ കൂടിയായിരുന്നു. പനമ്പിള്ളി ഗോവിന്ദമേനോൻ ട്രഷററായും തമ്പാൻ പ്രസിഡൻ്റായും MC സെക്രട്ടറിയായുമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി യുക്തിവാദി സംഘം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനുശേഷം 1955 യുക്തിവാദ സംഘത്തിൽ ചില പിളർപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അഖില കേരള യുക്തിവാദി സംഘം അല്ലെങ്കിൽ കേരള യുക്തിവാദി സഭ
എന്നൊക്കെ പറയുന്ന ഈ ഘടകങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നു. 1966 ആയപ്പോൾ തൃശ്ശൂരിൽ AV ജോസ് എന്ന് പറയുന്ന ഒരു യുക്തിവാദി സുഹൃത്തൊരു മാസിക നടത്തുന്നുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹം സൗഹൃദ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹം മിശ്രവാദിതനായിരുന്നു. മിശ്രവാദിനെ സംഘടിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കണമെന്ന് ആലോചിച്ചതിൻ്റെ ഫലമായി കേരള യുക്തിവാദി സംഘം എന്നൊരു സംഘടനയ്ക്ക് കൂടി പിന്നീട് രൂപം കൊടുക്കുകയാണ്. ഇപ്പോൾ സംഘടന 1, 2, 3 പേരിലേക്ക് വരുന്നുണ്ട്. പിന്നെ കാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ പല ആശയ സംഘർഷങ്ങൾ വരുന്നുണ്ട്. യുക്തിവാദ സംഘത്തിൽ മതവുമായി സന്ധി ചെയ്ത് യുക്തിവാദികൾ പ്രവർത്തിക്കാമെന്ന് ഒരു കൂട്ടർ, മതവുമായി സന്ധി ചെയ്ത് പ്രവർത്തിക്കരുതെന്ന് മറ്റൊരു കൂട്ടർ. ഈ സംഘർഷം ഇതിനകത്ത് കുറേ കാലം വല്ലാത്ത രീതിയിൽ കലങ്ങി നിന്നു. അതുപോലെ യുക്തിവാദ സംഘം പിടിച്ചെടുക്കാൻ അന്ന് CPI ശ്രമിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ശ്രമിക്കുക, CPM ശ്രമിക്കുക, ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. MA ജോണ്, MA കുട്ടപ്പൻ തുടങ്ങിയിട്ടുള്ളവർ കോൺഗ്രസിൻ്റെ പക്ഷത്ത്, അല്ലെങ്കിൽ അച്യുതമേനോൻ, അതുപോലെയുള്ള പവനൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഒരു വശത്തെ, ഇപ്പുറത്തൊരു കലാനാഥൻ, അങ്ങനെ വരുന്ന മറ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പക്ഷത്തെ, ഇങ്ങനെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 85-ൽ രൂക്ഷമായി സംഘടനയ്ക്ക് വീണ്ടും ഒരു ഔദ്യോഗികമായി പിളർപ്പുണ്ടാകുന്നു. അത് ഈ മാർക്സിസം സയൻസാണെന്നും മാർക്സിസം സയൻസ് അല്ലെന്നും ഈ രണ്ട് ചർച്ച സജീവമായി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലും മതവുമായി സന്ധി ചെയ്യാമെന്നും ചെയ്തോളെന്നും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഉള്ള രണ്ട് ചേരികൾ ഒരു വ്യക്തമായി മാറുകയും രണ്ട് ഘടകങ്ങളായി മാറുകയും ചെയ്തു. അങ്ങനെ കേരള യുക്തിവാദ സംഘം, ഇന്ത്യൻ യുക്തിവാദ സംഘം എന്നൊക്കെ പറയുന്ന പുതിയ സംഘടനകൾ ജന്മം കൊണ്ട് അതിനുശേഷം 1997-ൽ വീണ്ടും ഇന്ത്യൻ യുക്തിവാദ സംഘം രണ്ടായി മാറുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുതിയ സംഘടനകൾ, ഈ നാസ്തിക സംഘം ഉണ്ടാകുന്നുണ്ട്. യുക്തിവാദി സംഘത്തിൽ ഉയർത്തിപ്പിടിച്ച ആദർശ മൂല്യങ്ങളെന്ന് പറയുന്നത് യുക്തിചിന്തയും ശാസ്ത്രബോധവും ജനങ്ങളിൽ വളർത്തുക എന്നുള്ളതാണ്. അത് ഭരണഘടനാപരമായൊരു ദൗത്യം കൂടിയാണ്. ഇത് ചെയ്തു വരുമ്പോൾ തന്നെ യുക്തിവാദത്തിൽ ആയിരക്കണക്കിന് അന്ധവിശ്വാസങ്ങളെ നേരിടുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിലെ മാതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അന്ധവിശ്വാസമാണ് ദൈവം സങ്കല്പം. ഇതിനെയും ചോദ്യം ചെയ്യുക പതിവാണ്. അതൊരു പുതിയ സംഭവമല്ല. നമ്മുടെ ഭാരതീയ ഭൗതിക ദർശനങ്ങളിൽ തന്നെ ചാർവാകൻ, കപിലൻ, കണാദൻ, ബൃഹസ്പതി എന്നൊക്കെ പറയുന്ന ആചാര്യന്മാർ, ഭൗതികമായി ചിന്തിച്ചിരുന്ന മുനിശ്രേഷ്ഠന്മാർ പോലും പറഞ്ഞു വെച്ച ശാസ്ത്രീയ ചിന്തയുടെ തുടർച്ചയായിട്ടാണ് ഈ പ്രസ്ഥാനം വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് യുക്തിവാദ സംഘം അന്ന് മുതൽ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുക്തിവാദ സംഘം തുടങ്ങിയപ്പം തന്നെ പ്രധാനമായും യുക്തിചിന്ത, ശാസ്ത്രബോധം വളർത്തുക എന്ന് പറയുന്ന ഈ ദൗത്യം ഒന്നിനൊന്നിനെ എത്രമാത്രം മികവുറ്റ രീതിയിൽ കൊണ്ടുവരാമോ ആ രീതി തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ അടുത്ത കാലത്ത് യുക്തിവാദ സംഘത്തിൽ നാസ്തികവാദമുണ്ട്. എന്നാൽ ഈ നാസ്തികവാദത്തെ അടർത്തിയെടുത്തിട്ട് വേറെ ചില ആൾക്കാർ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് വരികയും അവർ പറയുന്ന അഭിപ്രായങ്ങൾ ചില വലതുപക്ഷ വർഗീയവാദങ്ങളെ തന്നെ യുക്തിവാദമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് ഗൗരവമായൊരു വിഷയം. അപ്പോൾ അതൊക്കെ തിരിച്ചറിയുകയും അത്തരക്കാരെ ഇപ്പം യുക്തിവാദി പ്രസ്ഥാനം ഒഴിവാക്കിയിട്ടുണ്ട്. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പൗരാണികമായി തന്നെ ഉള്ള ഈ ഭൗതിക മനോഭാവം അതിപ്പോഴും ശക്തമായി തുടരുന്നു. ഇത് കേരളത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിവാദി പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ ഉന്നതമാണ്. രണ്ട് തരത്തിലുള്ള നവോത്ഥാന വിപ്ലവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒന്ന്, ഇടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ചില ഇടപെടലുകൾ, നാരായണ ഗുരു പോലെയുള്ള സാമൂഹിക പരിഷ്കർത്ത നേതൃത്വത്തിൽ, ആറാട്ട് വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ ഒക്കെ നടന്നിട്ടുള്ള, അയ്യങ്കാളിയുടെ നേതൃത്വം നടന്നിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം, അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം, ഇതൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം അന്യമായിരുന്നു യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സമരം. അതൊരു പക്ഷേ യൂറോപ്യൻ നവോത്ഥാന വിപ്ലവത്തിന് സമാനമായിരുന്നു
കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം നടത്തിയ ഒരു സമരം. അത് വലിയ പ്രചരണങ്ങളിൽ വന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് തുളച്ചു കയറിയത് മതനിരപേക്ഷ ചിന്തയും മാനവികതാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഒക്കെ വരുന്നത് അതോടുകൂടിയാണ്. ഇന്നും കേരളത്തിൽ ഒരുപക്ഷെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽപ്പോലും അവർ തുടക്കം തൊട്ട് സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. മതത്തിനെതിരായ സമരം പാടില്ല, മതമുണ്ടായ സാഹചര്യത്തിനെതിരായ സമരമാണ് വേണ്ടത്. അപ്പോൾ അത് പാർപ്പിടം, വിശപ്പ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതേ ചെയ്യാൻ പറ്റും. അതവർ തുടക്കം തൊട്ടേ അവരത് തന്നെ ചെയ്തു വരുന്നു. ഫലത്തിൽ യുക്തിവാദി പ്രസ്ഥാനം മതത്തിനെതിരായ സമരം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരായ കുരിശ് യുദ്ധം, അത് വെള്ളം ചേർക്കലില്ല. മാത്രമല്ല യുക്തിവാദി പ്രസ്ഥാനത്തിൽ വലിയ ബഹുജന കൂട്ടമില്ല. ഉള്ള ഒരു കൂട്ടം ആൾക്കാർ ആശയപരമായി ആയുധം അണിഞ്ഞവരാണ്. അവർ ജീവിതം തന്നെ അതിൽ നിന്ന് അന്യമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കാതെ ചെയ്യുന്ന പേരുടെ ഒരു കൂട്ടം സംഘമാണ്. ഒരു ലൈറ്റ് ഹൗസിന് സമാനമാണ്. ഒരു പ്രദേശം മുഴുവൻ വെളിച്ചം പകർന്നു കൊടുക്കാൻ ഒരു ലൈറ്റ് ഹൗസിന് കഴിയുന്ന പോലെ ഒരു യുക്തിവാദിക്ക് ഒരു പ്രദേശം മുഴുവൻ വെളിച്ചം പോരാൻ, അന്ധവിശ്വാസത്തിന് അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു ജനസമൂഹത്തിനെ മോചിപ്പിക്കുവാൻ ഒരു യുക്തിവാദി വിചാരിച്ചാൽ കഴിയും എന്നുള്ളതാണ്. വലിയൊരു അന്ധവിശ്വാസത്തെ പൊളിക്കാൻ ഒരാൾ വിചാരിച്ചാൽ മതി. അത് ആ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം ബോധവൽക്കരണത്തിന് സഹായിക്കും. ഇങ്ങനെയുള്ള മഹത്തായൊരു പ്രസ്ഥാനം, അതായത് കേരളത്തിലെ മലയാളിയുടെ മനസ്സിൽ ശ്രദ്ധേയമായ മതേതര ചിന്തയുടെ ഒരു അച്ചുതണ്ടുണ്ടാക്കി കൊടുത്തത് യുക്തിവാദി പ്രസ്ഥാനമാണ്. അപ്പോൾ അത്രയും വലിയൊരു ദൗത്യം നിർവഹിച്ച യുക്തിവാദി പ്രസ്ഥാനം അന്നും ഇന്നും സ്വീകരിച്ചിരിക്കുന്നത് ഈ ശാസ്ത്രീയമായ മനോഭാവം ആ പാഠങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യുക്തിവാദി പ്രസ്ഥാനം പഴയ കാലഘട്ടം തന്നെ പലതരത്തിലുള്ള പഠന ക്യാമ്പ് നടത്താറുണ്ട്. യൂണിറ്റ് തരത്തിലുള്ളത്, അല്ലെങ്കിൽ ഈ മേഖലാ തരത്തിലുള്ളത്, ഈ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, സംസ്ഥാന നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ദേശീയ തരത്തിലൊക്കെ തന്നെ അണികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക പതിവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നമ്മൾ ചേരാൻ ഇടയായത്. ഈ പരിപാടിയിൽ, ഈ ക്ലാസ്സിൽ ശ്രദ്ധേയമായ ക്ലാസ്സുകൾ അവതരിപ്പിക്കാമെന്ന് പലരും ഏറ്റിട്ടുണ്ട്. അവർ മിക്കവാറും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന് അതീതമായി ക്ഷണിക്കാതെ തന്നെ നമുക്ക് വലിയ ഒരു അതിഥി കൂടി ഈ വേദിയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അത് ശ്രീമാൻ പ്രശാന്ത് പത്മനാഭനാണ്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു അഭിഭാഷകനാണ്. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അദ്ദേഹം കേരളത്തിലെ ചാനലുകളിൽ കുറേ കാലമായി സജീവ സാന്നിധ്യമാണ്. കേരളത്തിലെ ചാനലുകൾക്ക് നിയമപരമായ വിഷയങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വിളിക്കാൻ അവരെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് പ്രശാന്ത് പത്മനാഭൻ്റെ പേരാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം വിവാദമായിട്ടുള്ള പല വേദികളിൽ പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് മുമ്പൊരിക്കൽ നമ്മൾ ഇതുപോലെ 1-2 പ്രാവശ്യം അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായി നമ്മുടെ ഓൺലൈൻ ഗൂഗിൾ മീറ്റിങ്ങിൽ 2 പ്രാവശ്യം അദ്ദേഹം പങ്കെടുക്കുകയും, രണ്ടാമത് പങ്കെടുത്ത ഒരു യോഗത്തിൽ അനവധി റെഫറൻസുകൾ അവതരിപ്പിച്ചുകൊണ്ട് മണിക്കൂറുകൾ തന്നെ എടുത്തുകൊണ്ട് ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഓർക്കാപ്പുറത്താണ് അദ്ദേഹം നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നത്. വളരെയധികം സന്തോഷം. എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ വളരെ ഒരു സാമൂഹിക പ്രവർത്തകയും സ്വതന്ത്ര ചിന്തകയുമായ ശ്രീമതി സഫിയ PM എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ അങ്ങേ മാസം എറണാകുളത്ത് ചേർന്ന ഒരു സമ്മേളനത്തിൽ സഫിയ സംസാരിക്കാമെന്ന് സമ്മതിക്കുകയും വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. പക്ഷേ അന്ന് എറണാകുളത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് വലിയ കനത്ത മഴയായതുകൊണ്ട് അന്നത് മാറ്റിവെച്ചു. അപ്പം ആ പ്രഭാഷണമാണ് ഒരുപക്ഷെ ഇന്ന് ഇവിടെ നടത്താൻ പോകുന്നത്. അതിന് എറണാകുളത്ത് നിന്ന് തന്നെ ഇവിടെ എത്തിച്ചേരുകയും 3:30 പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അത് പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വാഹനത്തിലെ ട്രെയിൻ മാറിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് സഫിയ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. അത് ഭരണഘടനയും
മുസ്ലിം സ്ത്രീകളും എന്നതാണ് വിഷയം. അപ്പോൾ അത് സഫിയ താമസിയാതെ അവതരിപ്പിക്കും. അതുപോലെ സഫിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശോഭാലതിക നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിനും പങ്കെടുത്തിരുന്നു. അന്ന് ഒരു ശ്രദ്ധേയമായ വിഷയം, വളരെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരുന്നു. അതെല്ലാവർക്കും വളരെ ഗൗരവപൂർവ്വം അത് ഉൾക്കൊള്ളുകയും വളരെ നല്ല അഭിപ്രായമാണ് ഓഡിയൻസിനിടയിൽ അന്നുണ്ടായത്. ശോഭ ഇന്നും അതേ കണക്ക് വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇന്നും അവതരിപ്പിക്കാൻ പോകുന്നത്. പെട്രീഷ്യ പാട്രിയാർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു എന്ന മതം. അതാണ് ഒരു പ്രത്യേകമായ നൂതനമായ ഒരു പുതിയ വിഷയമാണ്, വളരെ ആധികാരികമായ ശ്രദ്ധേയമായ വിഷയമാണ്. അതാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ യുക്തിവാദികളുടെ മക്കൾ അല്ലെങ്കിൽ മതമില്ലാത്തവരുടെ മക്കൾ കേരളത്തിൽ അനുഭവിച്ചു വരുന്ന യാതനകൾ, വിഷമതകൾ വളരെയേറെയുണ്ട്. അത് അവതരിപ്പിക്കാം എന്ന് സമ്മതിച്ച് ഇവിടെ പ്രീതി ജി നാഥ് എന്ന് പറഞ്ഞ് സഹോദരി വന്നിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വെളിയിൽ കുഞ്ഞുങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യുക്തിവാദികളുടെ മക്കൾ പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ അത് അനവധി വിഷയങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അത് അവതരിപ്പിക്കാമെന്ന് അനുഭവസ്ഥ കൂടിയാണ് പ്രീതി. അപ്പോൾ പ്രീതി ആ വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും. അതിന് പ്രീതിയെ സ്വാഗതം ചെയ്യുന്നു. ശോഭ കിലയുടെ അധ്യാപികയാണ്. അതുപോലെ ദൈവത്തിൻ്റെ ജാതി എന്ന പേരിൽ ഒരു കഥകളുടെ സമാഹാരം, വളരെ ശ്രദ്ധേയമായൊരു കഥാ സമാഹാരം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലുപരി നല്ല പ്രഭാഷകയാണ്, നല്ല അധ്യാപികയാണ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പിൽ സമ്പന്നമായ ഒരു അധ്യാപികയുടെ പഠിപ്പിക്കൽ പരിചയമുള്ള ഒരാളായതുകൊണ്ട് അത് വളരെ സഹായകരമായിരിക്കും. ആ ശോഭയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു PT വർഗീസ്. അദ്ദേഹം ഒരു മലയാളത്തിലെ നടന്മാരുടെ, സത്യനായാലും പ്രേംനസീറായാലും ജയനായാലും അങ്ങനെ മൺമറഞ്ഞു പോയ എത്രയോ 10-12 പേരുടെ സമ്പൂർണ്ണ ജീവചരിത്രം എഴുതിയ ജീവചരിത്രകാരനാണ് നമ്മുടെ PT വർഗീസ്. അദ്ദേഹം മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഇപ്പം മതേതര കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ സംബന്ധിക്കുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു.